വൈകിട്ടെന്താ പരിപാടി? അടിയോടടി. അടിയോടടി. നമ്മുടെ അഭിമാനമായ നടൻ മോഹൻലാൽ ഈ വിഷുക്കാലത്ത് അമേരിക്കയിലാണ്. അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോവാന്ന് പറ. ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പൂടിയാണ്. അങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. എന്താടാ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? തിയേറ്ററിൽ വരട്ടെ, ആൾക്കാർ കാണട്ടെ. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു അല്ലെ, അങ്ങനെയാണല്ലോ. ഉത്തരം കിട്ടി. സൂപ്പർ. ദിസ് വാസ് ദ ആൻസർ ഐ വാസ് സീക്കിംഗ് ഫോർ. ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ചാക്കോച്ചൻ ജീവിതത്തിൽ ആലോചിക്കാത്ത ഒരാളിപ്പം ടെലിഫോൺ ലൈനിൽ വരുന്നുണ്ട്. ഹലോ ഒന്ന് വിളിച്ചു നോക്കി, ഹലോ ഒന്ന് ചോദിച്ചു നോക്കി. ഹലോ ഹലോ ശ്രീനാഥ് സാർ. ഹലോ ലാൽജി, നമസ്കാരം. ലാൽജി അറിയാവുന്ന ഒരു മനുഷ്യൻ എന്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഒരു ക്ലൂ തരാമോ? ഹാപ്പി വിഷു. ഞാൻ ഒരു ഹാപ്പി വിഷു നേരത്തെ വേറൊരു ശാലയിൽ പറഞ്ഞത്, അപ്പൊ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. എന്താ തന്റെ നാക്ക് കൊഴിഞ്ഞിരിക്കുന്നേ? ടീച്ചറെ, അവർ രണ്ടുപേരും ചാരായം കുടിച്ച് പൂസായിരിക്കാം. ലാൽജി ഇന്നിപ്പോഴേ ചാക്കോച്ചന്റെ സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിൽ റിലീസ് ആവുകയാണ്. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി വിഷു. ലാൽജി, നമ്മുടെ പ്രേക്ഷകരോട് ഈ പേട്രിയോട്ട് സിനിമ വരാൻ പോവാണല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ? പേട്രിയോട്ട് സിനിമ നല്ല സിനിമയാണ്, കാണൂ. അത്ര വേറെന്താ ഞാൻ പറയേണ്ട? വെറുതെ അല്ലേ നാട്ടില് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാവാൻ? അല്ല ചാക്കോച്ചൻ പറഞ്ഞേക്കുന്നേ തന്നെ പേട്രിയോട്ട് എന്നാണ് അല്ലേ? പേട്രിയോട്ട് എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം ഉള്ള ഒരാളെന്നാണ്. നാട്ടിൽ നിന്നെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അടിമ. ഒരു ദുരൂഹ സാഹചര്യത്തിലല്ല നമ്മളെ കാണേണ്ടത്. ഏറ്റവും നല്ല സാഹചര്യത്തിൽ ഏറ്റവും മിടുക്കനായിട്ട് ആ സിനിമ മാറട്ടെ. ഒരു കാര്യം. ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല, സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എടാ ഇവനൊന്നും ഓർമ്മയില്ലെന്ന്. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്ന് പറഞ്ഞു.